ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയി കേട്ടോ. ഇടണോ വേണ്ട കൺഫ്യൂഷനിലാണ്. വേറൊന്നുമല്ല, ഇത് കംപ്ലീറ്റ് അല്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഗുരുവായൂർ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളിത് ഉച്ചയാകുമ്പം ഈ ഗണപതി ഭവനിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തില്ല. വേറൊന്നുമല്ല, വിശന്നിരുന്നുകൊണ്ട് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് ഒന്ന് വെളിവ് വന്നപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ അങ്ങോട്ട് ഒറ്റ വിടലായിരുന്നു കേട്ടോ, നേരെ ഗുരുവായൂർക്ക്. അപ്പം ഞങ്ങളിവിടെ എത്തി. ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ താമസിച്ചത്, അഷ്ടപതി. ഇവിടെ നിന്നൊരു 10 മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ, അതായത് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അപ്പം ഞങ്ങൾ എടുത്തത് 2 റൂമാണ്. അതിലൊരു റൂമാണിത്. റൂമിൽ ലാൻഡ് ഫോൺ കണ്ട സന്തോഷത്തിലാട്ടോ അവൻ. അത് കഴിഞ്ഞ് അവൻ ബെഡിൽ കുറച്ച് കുത്തം പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ നിന്നു. അപ്പം ഞാനിതാ റെഡി ആവുകയാണ് കേട്ടോ. ഈ ഒരു ചുരിദാർ ഇട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ ദുവിയും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ഗുരുവായൂർ പോയത്. അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. മോൻ്റെയും അമ്മയുടെയും തുലാഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ഞായറാഴ്ച കേട്ടോ പോയത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോൾ വീട്ടിലെത്തി. വൈകുന്നേരമായിട്ട് തൊഴാൻ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീഡിയോയ്ക്ക് നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പം സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഫോണും ബാഗ്സൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല, അത് ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കണമെന്ന്. ആ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാൻ പോയപ്പം അവിടെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അതുവരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വലിയ ക്യൂ ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അവിടെ കൊണ്ടുവച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒടുക്കത്തെ ക്യൂ ആയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 8:30-9 മണിയായപ്പോൾ, അതായത് രാത്രിയാണ് ഇറങ്ങിയത്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും തൊഴാൻ പോവുക കേട്ടോ. അതായത് അകത്തേക്ക് കയറുന്നില്ല. ഇന്നലെ ഓൾറെഡി അകത്തൊക്കെ കയറി എല്ലാ വഴിപാടൊക്കെ കഴിപ്പിച്ചു. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് വരാൻ വേണ്ടി പോയതാണ്. അകത്തേക്ക് അല്ലെങ്കിലും കയറാൻ പറ്റില്ല കേട്ടോ, കാരണം ഇത് തിങ്കളാഴ്ച രാവിലെയാണ്. അന്ന് എന്തോ നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അവിടെ 100-ലധികം കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നടയിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് അവിടെ നിന്ന് കഴിപ്പിക്കാനുള്ള പ്രസാദമൊക്കെ ഒന്ന് കഴിപ്പിച്ച്, പാൽപ്പായസമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മേടിച്ചിട്ട്, പാൽപ്പായസം മേടിച്ചില്ല കേട്ടോ, ശർക്കര പായസമാണെന്ന് തോന്നുന്നു. പാൽപ്പായസം മേടിക്കാൻ കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്നലെ എല്ലാം തൊഴുത് കഴിഞ്ഞല്ലോ. പക്ഷേ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും അവധിയാട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താക്കി, നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ. ഈ വീഡിയോ ഇടണോ വേണ്ടയോ അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഇതിലൊന്നുമില്ല, ഞാനൊന്നും എടുത്തിട്ടും ഇല്ലായിരുന്നു, അതായത് വീഡിയോസൊന്നും. എന്നാലും എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ.